Hi friends, നമ്മളിന്ന് പറയാൻ പോകുന്നത് one of the best swing trade strategy-ആണ്. ലാർജ് ക്യാപ്പിനെ കാട്ടിലും കൂടുതലായിട്ട് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് മിഡ് ക്യാപ്സിലും സ്മോൾ ക്യാപ്സിലുമാണ്. സോ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ സ്ട്രാറ്റജീസിനും ഒരു പരിധിയുണ്ട് സക്സസ്സിന്. പരിധിക്ക് മുകളിൽ പോകുന്നത് പ്രൈസ് ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ എല്ലാ സ്ട്രാറ്റജിയുടെയും സക്സസ് റേറ്റ് ഒരു ലിമിറ്റിനപ്പുറം പോകാറില്ല. അതാണ് ഫസ്റ്റ് ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ സ്ട്രാറ്റജീസും നോർമൽ കേസിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റിലാണ് കൂടുതലായിട്ടുള്ള സക്സസ് തരുന്നത്. ശരിക്കും ഇത് അപ്പ് ട്രെൻഡിങ് ആയിരിക്കണം ഒരു ഡൗൺ ട്രെൻഡിങ് ആയിരിക്കണം. നോർമലി റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ സ്ട്രാറ്റജീസിൻ്റെ സക്സസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ശരിക്കും ഇതിനുണ്ടാവുന്ന ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ക്രിട്ടിക്കലായിട്ട് പോയിട്ടുണ്ട്. ഈ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തേ മതിയാകൂ. ശരിക്കും നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ഞാൻ അതുപോലെ പറഞ്ഞല്ലോ, ഈ സ്ട്രാറ്റജി ലാർജ് ക്യാപ്പിനേക്കാളും കുറേ സ്യൂട്ടബിൾ മിഡ് ക്യാപ്പിനെ സ്മോൾ ക്യാപ്പിലുമാണ് ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഞാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പലാജിയ ബീറ്റ്സിന്റെ ചാർട്ടാണ്. സോ ചാർട്ടിന്റെ 2016 അല്ലെ 2017 കാലഘട്ടത്തിലെ ചാർട്ടാണ്. വീക്ക്ലി ടൈം ഫ്രെയിമാണ്. അപ്പൊ നമുക്ക് കുറച്ച് നിയമങ്ങൾ, ആദ്യം എൻട്രിക്ക് വേണ്ടിയുള്ള കുറച്ച് നിയമങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ നിയമങ്ങൾ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തിടാം. നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് സ്വിംഗ് ട്രേഡ് ആണ്. ശരിക്കും ഷോർട്ട് സ്വിംഗ് ട്രേഡ് അല്ല, ദിസ് ഇസ് സ്വിംഗ് ട്രേഡ്, പ്യൂർ സ്വിംഗ് ട്രേഡ് ആണ്. നമുക്ക് വേണ്ട സാധനം RSI ആണ് വേണ്ടത്, മൂവിംഗ് ആവറേജ്. RSIയിലുള്ള മൂവിംഗ് ആവറേജ് ആണ് വേണ്ടത്. ഇനി നമുക്ക് അപ്പൊ ഇത് 3 നിങ്ങൾ എഴുതിയെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 3 ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. വീക്ക്ലി ടൈം ഫ്രെയിം, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആൻഡ് മൂവിംഗ് ആവറേജ്. ദാറ്റ് മീൻസ് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണ് വേണ്ടത്. നമുക്ക് SMA അല്ല, EMA ആണ് വേണ്ടത്. സോ ഞാൻ അവസാനം ഡിലീറ്റ് ചെയ്യുവാണ്. നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ വേണ്ടത് RSI ആണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ RSI എടുത്തു. RSIയിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ്, RSI സെറ്റിംഗ്സ് കുറച്ചുകൂടെ വലുതാക്കി എടുക്കാം. സെറ്റിംഗ്സ് ഒക്കെ നല്ലോണം നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് പോവുക. നമുക്ക് അപ്പർ ബോളിജ് ബാൻഡ് വേണ്ട, ലോവർ ബോളിജ് ബാൻഡ് വേണ്ട. അപ്പർ ബാൻഡ് എന്നിടത്ത് നമുക്ക് 80 ഇടാം. മിഡിൽ ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് 60 ഇടാം. RSI ലോവർ ബാൻഡ് എന്ന് പറയുന്നത് വിൽക്ക് 56. ഓക്കെ. സോ അപ്പർ ബാൻഡ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കളർ കൊടുക്കാം. അപ്പർ ബാൻഡിന് ഒരു റെഡ് കളർ കൊടുക്കാം. അത് കുറച്ചുകൂടി വലുതായി കൊടുക്കാം അപ്പർ ബാൻഡ്. പിന്നെ നമുക്ക് വേണ്ടത് RSI മിഡിൽ ബാൻഡ് ആണ്. മിഡിൽ ബാൻഡ് 60 ആണ്. മിഡിൽ ബാൻഡ് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. സോ ഇതൊന്ന് കയറ്റി കൊടുക്കാം. സോ മിഡിൽ ബാൻഡ് നമുക്ക് കിട്ടി. ദെൻ RSI ലോവർ ബാൻഡ് ആണ്. ലോവർ ബാൻഡ് നമുക്കൊരു യെല്ലോ കളർ അല്ലെ വൈറ്റ് കളർ കൊടുക്കാം. ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ, നമുക്ക് RSI വേണമെങ്കിൽ നമുക്കൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം അല്ലെ. RSI ഇതൊരു വൈറ്റ് കളർ കൊടുക്കാം. ആൻഡ് RSI ബേസ്ഡ് MA എന്നുള്ള സാധനം നമുക്ക് റെഡ് കളർ കൊടുക്കാം. സോ ഇത് ഫസ്റ്റ് സെറ്റിംഗ് ആയി. ഇനി നമുക്ക് ഇൻപുട്ടിലേക്ക് പോവാം. ഇൻപുട്ടിൽ RSI ലെങ്ത് 14 ആണ്. MA ടൈപ്പ് മൂവിംഗ് ആവറേജ് ടൈപ്പ് SMA അല്ല, നമുക്ക് EMA ആണ് വേണ്ടത്. ആൻഡ് മൂവിംഗ് ആവറേജ് ലെങ്ത് 21 ആണ് വേണ്ടത്. സോ ചാർട്ടിൽ എന്തെല്ലാം വന്നു? ആദ്യം ഇൻപുട്ടിൽ എന്തെല്ലാം വന്നു? സ്റ്റൈലിൽ എന്തെല്ലാം വന്നു? RSI കൊടുത്തു. RSI അപ്പർ ബാൻഡ് 80 കൊടുത്തു. RSI മിഡിൽ ബാൻഡ് 60 കൊടുത്തു. RSI ലോവർ ബാൻഡ് 56 കൊടുത്തു. ഇൻപുട്ടിൽ പോയി RSI ലെങ്ത് 14 ആണ്. സോഴ്സ് ക്ലോസ് ആണ്. മൂവിംഗ് ആവറേജ് ടൈപ്പ് നമ്മൾ EMA ആയിട്ട് മാറ്റി കൊടുത്തു. മൂവിംഗ് ആവറേജ് ലെങ്ത് 21 ആയിട്ട് കൊടുത്തു. ഓക്കെ കൊടുക്കുക. ഇതാണ് ബേസിക് സെറ്റിംഗ്സ്. മൂവിംഗ് ആവറേജിന്റെ ലെങ്തും കൂടെ നമുക്ക്, ആ സൈസും കൂടെ നമുക്കൊന്ന് വലുതാക്കി, ഒരു കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കാം. ഇത് കുറച്ചുകൂടെ തിക്കൻ ചെയ്ത് കൊടുത്തു. ഇതാണ് RSIയുടെ സെറ്റിംഗ്സ് ബേസിക്കലി. ഇനി വേണമെങ്കിൽ RSI കുറച്ചുകൂടെ താക്കാം. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. നമുക്ക് ചാർട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. കുറച്ചുകൂടെ വലുതാക്കി എടുക്കാം. നമുക്ക് വേണ്ട സംഗതി, നമ്മുടെ തിയറി എന്താണെന്ന് വെച്ചാല്, എപ്പോഴൊക്കെ RSI മൂവിംഗ് ആവറേജിന്റെ മുകളിൽ കൂടെ whenever it crosses 57 to 60 ലെവൽ, വല്ല അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് 55, 56 മുകളിൽ ക്രോസ് ചെയ്യുമ്പോഴും, സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് when it is crossing 58, 59 close to 60 ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഹൊറിസോണ്ടൽ മാർക്ക് ചെയ്യുക. ഇതാണ് 58 ലെവൽ. ഇതാണ് ഹൊറിസോണ്ടൽ മാർക്കിംഗ്. അപ്പൊ മാർക്കിംഗ് കണ്ടോ കറക്റ്റ് ആയിട്ട് ഈ ലെവലിൽ, എത്ര RSI ലെവലിൽ 58.71 ഞാൻ ഹൊറിസോണ്ടൽ മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ലെവൽ എന്താ ചെയ്യുന്നത്? അതിന് തൊട്ട് മുമ്പുള്ള റെസിസ്റ്റൻസ് നോട്ട് ചെയ്യുക. ഈ ലെവലാണ് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് അല്ലെ. ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്. ആക്ച്വലി ഇതാണ് റെസിസ്റ്റൻസ്. ഇതാണ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വന്നിരിക്കുന്നത്. എന്ന ഒരു വീക്കിലി ക്യാൻഡിൽ, നല്ല ക്യാൻഡിൽ
ആ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് മേളിൽ പോയി ക്ലോസ് ചെയ്യുന്നു വിത്ത് വോളിയം. വോളിയം ഉണ്ടോ നോക്കണം. ക്യാൻഡിൽ വോളിയം ഉണ്ട്. ക്ലോസ് ചെയ്യുന്ന വെച്ചാല് അപ്പൊ എന്ന് ഒരു വീക്കിലി ക്യാൻഡിൽ ഈ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് മേളിൽ ക്ലോസ് ചെയ്യുന്നു, ആ സമയം നിങ്ങൾ അതിന്റെ എൻട്രി എക്സ്പ്ലോർ ചെയ്യുക. ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ വോളിയം സ്ട്രോങ് ആയിരിക്കണം. ഈ ക്യാൻഡിൽ എത്രയാണ് കൊടുത്തത്? വീക്കിലി ക്യാൻഡിൽ 11.23. ക്യാൻഡിൽ സ്ട്രോങ് ആണ്, വോളിയം സൂപ്പർ വോളിയം ആണ്. 1.284 മില്യൺ ആണ്. 12 ലക്ഷം 13 ലക്ഷം സ്റ്റോക്കാണ് നടന്നിരിക്കുന്നത്. തൽക്കാലം വോളിയം ഓഫ് ചെയ്യാം. ഇതിന്റെ ക്ലോസിംഗ് ഇത് ഓപ്പൺ ചെയ്ത് 163 ഹൈ 184.80, ക്ലോസ് 177. ക്ലോസിംഗ് വാസ് നിയർ ടു ദി ഹൈ ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ ശരിക്കും. സോ ഇങ്ങനെ നമ്മൾ എൻട്രി എടുക്കാൻ നേരത്തെ ഒരു പാരാമീറ്ററും കൂടുണ്ട്. ദിസ് ഇസ് ദി ഫസ്റ്റ് വൺ. ഈ പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ലെവലിൽ മന്ത്ലി RSI must be around 60. മന്ത്ലി RSI must be around 60. നമ്മൾ മന്ത്ലി ഒരിക്കൽ കടക്കുവാണ്. മന്ത്ലി പോയി നമ്മൾ മന്ത്ലി RSI നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഈ ലെവലാണ് അല്ലെ. കുറച്ചുകൂടെ ഞാൻ വലുതാക്കി കാണിച്ചു തരാം, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാകും. ഈ ലെവലാണ് നമ്മുടെ എൻട്രി വർക്ക് ചെയ്തത്. ആ ലെവലിൽ RSI എത്രയാണ് ഇവിടെ നോക്കണം. വൈറ്റ് കളറാണ്. RSI എത്രയാ? 73.65. ദാറ്റ് മീൻസ് നമ്മുടെ എൻട്രി സീംസ് ടു ബി പക്ക. ശരിയല്ലേ? എൻട്രി സീംസ് ടു ബി പക്കയാണ് ശരിക്കും ആ ലെവലിൽ. നമ്മൾ തിരിച്ചു വീണ്ടും വീക്കിലിയിലേക്ക് വന്നു. സോ നമ്മൾ തിരിച്ചു വീണ്ടും വീക്കിലിയിലേക്ക് വന്നു. ഇതാണ് വീക്കിലി. സോ ദിസ് അവർ എൻട്രി. നമ്മുടെ എൻട്രി എത്രയിലാ? 184.80. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ സിങ് ലോയുടെ ദർ ആർ 2 സ്റ്റോപ്പ് ലോസസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഒന്നിൽ എടുക്കുന്ന ക്യാൻഡിൽ തൊട്ട് താഴെ വെക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ സിങ് ലോ എന്ന് പറയുന്ന ഒരു സെക്ടർ, ഒരു അല്ലെങ്കിൽ സിങ് ലോ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിന്റെ ലോവസ്റ്റ് ക്യാൻഡിലെ ലോയിൽ വെക്കാം. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? 1 2 3 4 5 ക്യാൻഡില് ലോ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ലോവസ്റ്റ് ലോ ഈ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. 4 എത്രയാ? 114. അതിന് തൊട്ട് താഴെ വേണം 110 വെക്കാം. അതാണ് ഫസ്റ്റ്. അല്ല എങ്കിൽ നമുക്ക് ഈ സാധനം ഡിലീറ്റ് ചെയ്യാം കേട്ടോ, ഈ ഹൊറിസോണ്ടൽ ഡിലീറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്കത് ഇവിടെ വെക്കാം. എവിടെ വെക്കുന്നേ? ഈ ക്യാൻഡിലെ ലോയിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ക്യാൻഡിലെ താഴെ വെക്കാം. സപ്പോസ് നിങ്ങൾ ഈ ക്യാൻഡിലെ ലോയിൽ വെക്കുകയാണെന്ന് വെക്കുക. സപ്പോസ് യു ആർ പ്ലേസിംഗ് ഇൻ ദിസ് ലെവൽ. ഈ ലോയുടെ തൊട്ട് താഴെ, ലോയിലല്ല, ലോയുടെ തൊട്ട് താഴെ. സോ നിങ്ങളുടെ എൻട്രി എത്രയാണ് വെച്ചിരിക്കുന്നത്? 177.30. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് വെച്ചിരിക്കുന്നത്? ഇവിടെ ലോയുടെ താഴെ. ലോ എത്രയാ? 144.40. 150 കൂട്ടിക്കും. സപ്പോസ് യു ആർ പ്ലേസിംഗ് 150 ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് 177.30 ആണ്. സോ 27 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഗതി. സോ 20% റുപ്പീസ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ എക്സ്പെക്ട് 1:2, 1:3. സോ മിനിമം 54 രൂപ. 27 ടോയ്സ് 54 രൂപ. എവിടം വരെ പോയി ഈ ലെവലില്? 296 ഒക്കെ പോയി. എത്ര ആഴ്ച കൊണ്ടാണ് 296 പോയത്? 3, 6, 7, 10, 13, 16, 17 ആഴ്ചയിൽ 296 പോയി. എവിടെ എൻട്രി ചെയ്തത്? നിങ്ങളുടെ 177, 120 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി ഓവർ എ പീരീഡ് ഓഫ് 17 വീക്സ്. ദാറ്റ് മീൻസ് 4 മാസം കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ എത്രയാണ് കിട്ടിയത്? 177 296, സംതിങ് അറൌണ്ട് 70, ഓൺ ആൻ ആവറേജ് 70% അല്ലെ. 70% റിട്ടേൺ ആണ് നിങ്ങൾക്ക് 4 മാസം കൊണ്ട് കിട്ടിയത്. ഇനി അതുമല്ല, നിങ്ങൾ മിനിമം റിട്ടേൺ പ്ലാൻ ചെയ്യുന്നത് 1:2 ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് 177 ആണെങ്കിൽ 210 റേഞ്ചിൽ. ഇത് ഇവിടെ 210 വന്നു നോക്കിയാൽ 217 വന്നു ഇവിടെ. 1, 2, 3, 4, 5 അഞ്ചാമത്തെ ആഴ്ച എക്സാക്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ 1:2 എന്നുള്ള ലെവലിൽ നിങ്ങൾ എത്തിയിരിക്കും. സാധാരണ കേസിൽ ഇങ്ങനെ എക്സിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മുകളിൽ കയറ്റി വെക്കാം. സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രെയിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കേസിലൊക്കെ. ശരി, ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് നിങ്ങളുടെ എക്സിറ്റ്. സെക്കൻഡ് ലെവൽ എവിടെയാ? നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. മൂന്നാമത്തെ ലെവൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്നാണോ ഈ RSI എറൗണ്ട് 80 ടച്ച് ചെയ്യുന്നത്, അതാണ് നമ്മൾ മുകളിൽ 80 മാർക്ക് ചെയ്തിരിക്കുന്ന അപ്പർ ബാൻഡ്. എറൗണ്ട് 80 ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഇതാണ് എറൗണ്ട് 80 ടച്ച് ചെയ്യുന്ന ലെവൽ. ഈ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാൻഡിൽ ക്ലോസിംഗ് ലെവൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ലെവലിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഈ ലെവൽ എത്രയാ? 257. അപ്പൊ എത്ര പെർസെന്റ് നിങ്ങൾക്ക് കിട്ടി? 257 എന്ന് പറയുമ്പോൾ സംതിങ് അറൗണ്ട് 75 റുപ്പീസ് കിട്ടി അല്ലെ. 40-45% റിട്ടേൺ കിട്ടി ഈ ഭാഗത്ത്. ഇനി അതും അല്ല, നിങ്ങൾ വീണ്ടും ട്രെയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെ ട്രെയിൽ ചെയ്യാൻ പറ്റും? RSI തിരിച്ച് EMA 21 താഴെ വരുന്നവരെ ട്രെയിൽ ചെയ്യാം. EMA 21 കട്ട് ചെയ്ത് വരെ താഴത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ
സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ആ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് ശരിക്കും. ഇത് ഇവിടാണ് ആ ലെവൽ എന്നുള്ളത്, ഇത് ഇവിടാണ്, ഈ ലെവലാണ്. നിങ്ങൾ അവിടം വരെ നിങ്ങൾ ട്രെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 177 നിന്നും നിങ്ങൾക്ക് 306 വരെ നിങ്ങൾക്ക് ആ സ്വിംഗിൽ നിങ്ങൾക്ക് ട്രെൻഡ് ചെയ്യാൻ സാധിക്കും സ്റ്റോക്കിന്റെ കൂട്ടത്തിൽ. സോ സംതിങ് റിട്ടേൺ വാസ് സംതിങ് 130 റുപ്പീസ് അല്ലെ, അറൌണ്ട് 60% റിട്ടേൺ ആണ് തരുന്നത്. ഓവർ പീരീഡ് എത്രയാണ്? 4 മാസം 5 മാസം കൊണ്ട് 60% റിട്ടേൺ ആണ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാർജ് ക്യാപ്പിനെക്കാട്ടിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു പരിധി വരെ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേറെ സ്റ്റോക്ക് എടുക്കാം. നമ്മുടെ കയ്യിൽ ലോറൻസ് ലാഭമാണുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ചാർട്ട് 2020 ചാർട്ടാണ്. നമ്മൾ അറൌണ്ട് 60 വരാൻ നേരത്തെ. സോ സംതിങ് അറൌണ്ട് ദീസ് ക്യാൻഡിൽസ്, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒറിസോണ്ടൽ ടാഗ് ചെയ്യുക ശരിക്കും. ദിസ് ഇസ് ഒറിസോണ്ടൽ ടാഗിങ്. അതിനുശേഷം വീക്ക്ലി ടൈം ഫ്രെയിം ആണ്, ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. സോ എപ്പോഴാണോ റെസിസ്റ്റൻസ് സോണിനെ കട്ട് ചെയ്ത് സ്റ്റോക്ക് കയറി പോകുന്നത്, ദിസ് ഇസ് ദി എക്സ്പ്ലോറേഷൻ ക്യാൻഡിൽ. ക്യാൻഡിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ലെവലിലാണ് ശരിക്കും. ഈ ലെവൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മന്ത്ലി RSI മസ്റ്റ് ബി അറൌണ്ട് 60. മനസ്സിലായോ? സോ ഇത് ഏത് മാസമാണ്? ജൂലൈ 20. നമുക്ക് ജൂലൈയിലെ മന്ത്ലി ചാർട്ടിലേക്ക് കടക്കാം. ഇത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ RSI മസ്റ്റ് ബി അറൌണ്ട് 60. ഇവിടെ RSI വാല്യൂ എത്രയാ? ഈ ഭാഗത്ത് നോക്ക്. RSI വാല്യൂ 59.36, അറൌണ്ട് 60 ആണ്. ദാറ്റ്സ് വാലിഡ് ആണ് ശരിക്കും. തിരിച്ചു വീണ്ടും നമുക്ക് വീക്കിലിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വീക്കിലി ക്യാൻഡിൽ. ഇതിന് ഒരു ഡീസന്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വോളിയം എടുത്തു. ഒരു വലിയ ഹ്യൂജ് ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള വോളിയംസ് ആണ്. ഈ ക്യാൻഡിൽ വോളിയംസ് ഓക്കെ, ആവറേജ് വോളിയമാണ് ശരിക്കും. 30.908 മില്യൺ ആണ്. 30 ലക്ഷം സ്റ്റോക്കാണ് നടന്നിട്ടുള്ളത്. പ്രീവിയസ് ക്യാൻഡിൽസിലെ വോളിയമായിട്ട് ഗ്രീൻ ക്യാൻഡിൽ വോളിയമായിട്ട് നോക്കാൻ നേരത്തെ ഏകദേശം അതുപോലത്തെ വോളിയം ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഹ്യൂജ് വോളിയം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആൻ ആവറേജ് വോളിയം ശരിക്കും. നോക്കുകയാണെങ്കിൽ വോളിയത്തിൽ തന്നെ ഒരു ആവറേജ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ശരിക്കും. വോളിയം MA ഇടുക. ഓക്കെ, യെസ്. ഈ ക്യാൻഡിൽ നോക്കുക, ടച്ച് ചെയ്യുന്നുണ്ടോ? യെസ്, വോളിയം ടച്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ആവറേജ് വോളിയം. വോളിയം ഓഫ് ചെയ്യുക. നൗ അടുത്ത നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഫിക്സ് ചെയ്യേണ്ടത് അല്ലെ. എന്നാലും നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻട്രി എത്രയല്ല സംഭവിച്ചാൽ 12.80% കൊടുത്തു കേട്ടോ ആ ആഴ്ച. എൻട്രി എത്ര നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യാൻ എത്രയില്ല? 119.60. സോ നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? പ്രിഫറബിളി നമുക്കത് ഈ ഹൊറിസോണ്ടൽ ഈ സാധനം എടുത്ത് നമുക്ക് കളയാൻ പറ്റും. ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും സ്വിംഗ് ലോ റേഞ്ചിൽ വെക്കാം. നമുക്ക് കുറച്ച് താത്തി വെക്കണം. സ്വിംഗ് ലോയിൽ എത്ര ക്യാൻഡിൽ ഉണ്ടോ അത്രയും ക്യാൻഡിലിന്റെ ഈ ലെവൽ വെച്ചാൽ മതി. ദിസ് ഇസ് ബെറ്റർ. സോ 88 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. എൻട്രി എന്ന് പറയുന്നത് 119, 60, 120 വരും. സോ 40 റുപ്പീസ് ഈസ് അവർ സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾക്ക്, പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ, സ്വിംഗ് ട്രേഡ് മീൻസ് 3 to 6 month ട്രേഡ് ആണ്. സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. ശരി. സോ ഇവിടെ എന്താ സംഭവിച്ചത്? അവർ എൻട്രി ഈസ് 120 രൂപ. അവർ സ്റ്റോപ്പ് ലോസ് ഈസ് അറൌണ്ട് എത്രയല്ല വന്നിരിക്കുന്നത്? അറൌണ്ട് 91 ആണ്. അറൌണ്ട് 91. സോ 91 രൂപ 92 രൂപ സ്റ്റോപ്പ് ലോസ് ആണ്. എൻട്രി എന്ന് പറയുന്നത് 120 രൂപയാണ്. സോ സംതിങ് അറൌണ്ട് 28 rupees, 30 rupees ഈസ് അവർ സ്റ്റോപ്പ് ലോസ് ആണ്. സോ മിനിമം വി ഷുഡ് ഗെറ്റ് 60 rupees ആക്ച്വലി. സോ 120 + 60 180 രൂപ. ഈ ഭാഗത്തോടെ വന്നിട്ടുണ്ടോ? അല്ല കഴിഞ്ഞ് പോയിട്ടുണ്ട്. 300 രൂപ വന്നിട്ടുണ്ട്. എനിവേ അത് പോട്ടെ. സോ നമ്മുടെ ഫസ്റ്റ് എക്സിറ്റ് എന്താ പറയുക? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ. സെക്കൻഡ് എന്ന് വെച്ചാൽ 120 + 60 രൂപ 180 rupees ആണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. സോ 180 rupees ഈ ലെവലിലെ 1, 2, മൂന്നാമത്തെ ആഴ്ച നമ്മൾ ഹിറ്റ് ചെയ്തു 189 rupees. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രെയിലി മേളിലേക്ക് പോകാം. ഇവിടെ എക്സിറ്റ് ചെയ്യുന്ന നിയമമൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? വെൻ ദി RSI crosses 80 യു ഷുഡ് സ്റ്റാർട്ട് എന്താ പറയേണ്ടത്? വളരെ കോഷ്യസ് ആണ് 80 ക്രോസ് ചെയ്യുമ്പോഴും മുതൽ. RSI ഇവിടെ 80 ക്രോസ് ചെയ്യുമ്പോൾ എത്രയാണ് വന്നത്? 148 വന്നത്. RSI 80 പിന്നെ മേളിൽ കയറിപ്പോയി 88 വരെ പോയി. 88 പോയപ്പോൾ എത്രയാണ് വന്നത്? 204 വന്നത്. 215 ആണ് ഹൈ വന്നത്. അവിടുന്ന് പോയി RSI നേരെ തിരിച്ച് താഴെ. RSI EMA എന്താ സംഭവിച്ചത്? കുറച്ചുകൂടെ നിങ്ങൾ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്ത് EMA ക്രോസ് ചെയ്തില്ല. EMA ക്രോസ് ചെയ്തിട്ട് EMA എന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മേളിൽ കയറിയിട്ട് ഈ ലെവലിൽ RSI ക്രോസ് ചെയ്ത് ദിസ് ഇസ് തേർഡ് ലെവൽ ഓഫ് എക്സിറ്റ്. ഈ ലെവല് മനസ്സിലാവും. ഈ ലെവൽ എത്രയാ? ഇതാണ് തേർഡ് ലെവൽ ഓഫ് എക്സിറ്റ്. അത് എത്രയാ എക്സിറ്റ്?
നമ്മൾ അതിൻ്റെ മിനിമം എടുത്താൽ മതി, അതിൻ്റെ ലോ എടുത്താൽ മതി. ദിസ് ഇസ് ലോ, നമ്മളൊന്ന് ക്ലോസിംഗ് ടേബിൾ എക്സിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. സോ ഇറ്റ് ഈസ് ലോ എന്ന് പറയുന്നത് 319 രൂപ. നമ്മുടെ എൻട്രി എത്രയില്ല? 120 rupees. എക്സിറ്റ് എത്രയാ? 319. സോ സംതിങ് അറൗണ്ട് 200% അല്ലേ? നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 200% പ്രോഫിറ്റ് ആയി. എത്ര ആഴ്ച ഉണ്ടാ? 3, 6, 9, 12, 15, 16, 17, 18 ആഴ്ച കൊണ്ട് 200% പ്രോഫിറ്റ് കിട്ടും. 18 ആഴ്ച എന്ന് വെച്ചാൽ എത്ര മാസമാണ്? അറൗണ്ട് 5 months ആണ് ശരി. സോ എല്ലാ കേസിലും ഒന്നും ഇതേപോലെ നടക്കണമെന്നൊന്നുമില്ല. എല്ലാ കേസിലും പക്ഷെ നിങ്ങൾക്ക് 1:2 നോർമൽ കേസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. 1:2 എത്തിയതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോകാം. ഏത് ലെവല് നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെ കയറ്റി മേലേക്ക് ഉണ്ടാവും. ഇവിടെ നിന്ന് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കും, അതിനുശേഷം ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് കയറ്റിയിട്ട് ഏതെങ്കിലും ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴെ പോട്ടെ, നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് ആ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കും ശരിക്കും. സോ എക്സിറ്റ് എന്ന് പറയുന്നത് ഒന്നിലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണ്, അല്ലെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കയറ്റി കൊണ്ടുവന്ന് ഹിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ RSI EMA കട്ട് ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ RSI 80 മുകളിൽ പോകുന്നതായിരുന്നു. 80 മൂലം നിങ്ങൾ കോൺഷ്യസ് ആണ്, ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിന്റെ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച കംപ്ലീറ്റ് ബുള്ളിഷ് വർക്കൗട്ടാണ്. ബെയറിഷ് വർക്കൗട്ടിന്റെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സ്ട്രാറ്റജി മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ട്രാറ്റജിക്കും ഒരു പരിധിയിൽ കൂടെ സക്സസ് റേറ്റ് ഇല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും ഏത് സ്ട്രാറ്റജി നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ വർക്ക് ചെയ്യാവുള്ളൂ. മൂന്നാമത്തെ കാര്യം, സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ്റെ കൂട്ടത്തിൽ സ്ട്രാറ്റജിയും കൂടെ ക്ലബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ പ്രോബിലിറ്റി ട്രേഡ്സ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സർട്ടൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് മനസ്സിലാക്കണം. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടുമുട്ടാം.